ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഷി വ്ളോഗ്. കുറേ ആയി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്നൊരു ലീവ് കിട്ടിയപ്പോൾ ഒരു വൈക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇന്നത്തെ ഒരു ഫുൾ വീഡിയോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് മദ്രസ വിട്ടിട്ട് ചായ കുടിച്ചില്ല. ചില വീട്ടുകാർ ചായ തരും, ചില വീട്ടുകാർ ഹോട്ടലിൽ ഏൽപ്പിക്കും, ചില വീട്ടുകാർ ക്യാഷ് തരും. അപ്പോൾ ഇന്ന് ക്യാഷും കിട്ടി കീശയിലാക്കി എങ്ങാണ്ട് പോകുന്നു ചായ കുടിക്കാൻ. പിന്നെ ഹോട്ടലിൽ എവിടെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞെങ്ങാണ്ട് വണ്ടി കയറി ഇങ്ങനെ കുത്തിരുന്നു. പിന്നെ ചായ കിട്ടണമെന്നുണ്ട്, വിശപ്പുണ്ട്. പക്ഷേ ഇറങ്ങിയാൽ പൊറാട്ടലൊക്കെ കഴിക്കാം, അത് വേണ്ടതാണ്. പിന്നെ ഇപ്പോൾ ഉച്ച ടൈമായില്ലേ, ചോറ് കഴിക്കാനുള്ള ടൈം ആയിക്കിന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചായയും കൂടി ചോറും കൂടി ജമ്മാക്കിയാൽ മതിയല്ലോ. അപ്പോൾ നേരെ എന്താ ചെയ്യാം, വൈഫ് ഹൗസിക്ക് വിടാം. വൈഫ് ഹൗസിക്ക് വിട്ടിട്ട് അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കഴിച്ചിട്ട് നേരെ പിന്നെ എവിടേക്ക് പോവാം, ബീച്ചിൽ പോവാം. മെഡിക്കൽ കോളേജ് വഴി, മെഡിക്കൽ കോളേജിൻ്റെ അരികിലൂടെ ഇങ്ങനെ പോകാം. ഈ കോളേജിൻ്റെ അരികിലൂടെ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിനകത്ത് എന്തൊക്കെ ഒരു വിഷമങ്ങളാണ്. കുറേ വണ്ടി രണ്ട് സൈഡിലും പാർക്ക് ചെയ്താണ്ടില്ലേ, കുറേ വിഷമങ്ങൾ സഹിച്ചാണ്. ഇതാണ് പുതിയ കാഷ്വാലിറ്റി. അവിടേക്ക് പോയാൽ അല്ലാഹ് കാണാൻ പറ്റൂല. അല്ലാഹു തആല എല്ലാവർക്കും രോഗത്തിന് ശിഫ കൊടുക്കട്ടെ. അല്ലാണ്ട് ഇപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ ദുആ ചെയ്യാനേ വേറൊന്നും കഴിയൂലല്ലോ. കുറേ ഇവിടുന്ന് അനുഭവിച്ചിട്ടുമുണ്ട്, കുറേ അനുഭവിച്ചവരെ കാണലുണ്ട്. തൊണ്ടയാട് അവിടെ മേൽപ്പാലം വന്നിട്ടും ഇത്രയും ട്രാഫിക്കാണ്. പിന്നെന്താ, ഈ മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടിയ ഒരു മേൽപ്പാലം കൂടി വരണം, അപ്പോൾ നമ്മൾ സെറ്റാവും അല്ലേ. യാത്ര പോകണം. യാത്ര പോകുന്നവന് ഒഴുകുന്ന പുഴ പോലെയാണ്, വെള്ളം പോലെയാണ്. യാത്ര പോകാത്തവനോ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണെന്നാണ് പറഞ്ഞത്. സീറൂഫിൽ അർദീന ഖുർആൻ പറഞ്ഞു. ഭൂമി മൊത്തങ്ങൾ ഇങ്ങനെ കറങ്ങി കാണണം. യാത്ര പോകണം. യാത്ര പോകാന്ന് വെച്ചാൽ അതൊരു വൈബാണ്. കുറേ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. യാത്ര പോകാണ്ട് ഒരു ചടഞ്ഞു കൂടി ഇരിക്കുമ്പോഴാണ് ടെൻഷൻ എങ്ങനെയും കൂടുക. മനസ്സിലായോ? അപ്പോൾ യാത്ര പോകാം. മൈജിയിൽ ക്രിസ്മസ് ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത് 10 ലക്ഷം ബമ്പർ സമ്മാനം, 10 ലക്ഷം റുപ്യ. നമ്മൾ വാങ്ങിക്കോളി, കൊണ്ടുപോയിക്കോളി, 10 ലക്ഷം കൊണ്ടുപോയിക്കോളി. പിന്നെ നിരവധി സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഒക്കെ ഉണ്ട്. സൂപ്പറാ. ട്രാഫിക്, എല്ലാവരും ബ്ലോക്കിലാണ്. അപ്പോൾ ഒരു ബസ് ഉണ്ടില്ലേ, വിലങ്ങനെ ഇട്ടിക്കാതെ അവിടെ എന്തായി, വേറെ ആർക്കും പോകാൻ കഴിയാണ്ടായി. വിലങ്ങനെ വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് നേരെ ക്രോസ് ആയിട്ടില്ല. എല്ലാവരും ബ്ലോക്കിലല്ലേ, മുപ്പരും ബ്ലോക്കിലാണ്. പക്ഷെ അതൊന്നും വക വെക്കാണ്ട് ക്രോസ് ആയിട്ടിച്ച്. അപ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്ത് ബ്ലോക്കായി. എന്താ ചെയ്യാം, വണ്ടി എടുത്തോണേ ക്രോസ് ഇട്ടിച്ചാണ്ട്. എന്താണ് പറയുന്നത്, ബിരിയാണി തിന്നൂടെ. അങ്ങനെ മോനൂസിനെയും കൂട്ടിയതാ ബീച്ചിലേക്ക് പോവാട്ടോ. മോനൂസേ, നല്ല ചെവിമൽ പൗഡർ ഉണ്ടല്ലോ. വലിയ ലോഡിയാ? എടേ ആ എന്താ ലോറി? പിന്നെന്താ ഉള്ളേ? ബീച്ചല്ല, പോയാ 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 പോയടെ. ആ ട്രെയിനില്ലല്ലോ, ട്രെയിൻ വന്നില്ല, ഇപ്പൊ വരൂ. ആ ട്രെയിനില് കല്ലോ, ട്രെയിനിൽ കല്ലുണ്ടായോ? കല്ലുണ്ടോ അപ്പത്ത്? എടേ ഏടേ കാണില്ലല്ലോ ബീച്ച്. ബീച്ചാ? അപ്പത്തൂടി പോണോ? ഈരാ പോണ്ടി? മുട്ട വേണോ? കബാബ് അല്ല വേണ്ടി? കബാബ് കബാബ് അടിക്കേ. മുട്ട വേണ്ടി? എന്താ ബീച്ച് പോവാ? ഓട് ബീച്ച് എടാ ഇവിടേക്കാ ഉസ്താദും കുട്ടികളും പോണേ. ഉസ്താദും കുട്ടികളും വരിയായി പോണുണ്ടോ. സൂര്യനെ ബീച്ചിൽ വൈകുന്നേരം വരാം കേട്ടോ, അതാണ് വൈബ്.
ഒരു ഉസ്താദും കുട്ടികളും നടന്ന് പോകുന്നത് കണ്ടോ. എന്താ കഴിച്ച വലിയ കഴിച്ചില്ല. നല്ല ബോട്ടുണ്ട് ഇവിടെ. ബോട്ടിലേക്ക് ഒരാളോ ഞാൻ ചെയ്യും. മനസ്സേ ബോട്ടിൽ കയറിയാ? നീ കയറണോ? നീ കയറുമോ? മനസ്സ് ബോട്ട് കയറാൻ പോണം. ബോട്ട് 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 കടല്ല. ബോട്ടില് ബോട്ടിലാ. ഒടക്ക് ഏടാ പേടിയാണ്ട് കേട്ടോ. കടലിന്റെ നടുവിൽ മനോസിന് പേടിയായി. സൂര്യൻ കടലിലേക്ക് താന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പോവാം. എല്ലാ കുട്ടികൾ എല്ലാ ഐറ്റംസ് ആണ്. നല്ല മെറ്റൽ ഐറ്റംസ്. പുക പോകണം. പുക പോകണം. എന്താ പുക? കളർ ചേഞ്ച് ഉണ്ട്. നമ്മളെ ബീച്ചിലാണ് ഇക്കാക്കൻ്റെ വീട് കേട്ടോ. നല്ല റേറ്റ് കുറവുള്ള സാധനം ഉണ്ട്. അടിപൊളി എല്ലാ ഐറ്റംസും ഉണ്ട്. കുട്ടിക്ക് വേണ്ടി എല്ലാ സാധനവും ഒക്കെ റേറ്റ് ഉള്ള സാധനമാണ്. മെറ്റൽ അടിപൊളി മെറ്റൽ സാധനം. കൂടുതൽ പോണ സാധനം. അടിപൊളി മെറ്റൽ സാധനം. മനോസ് നമ്മൾ നേരെ കാറിലേക്ക് യാത്രകളും ബോട്ട് യാത്രകളൊക്കെ കഴിഞ്ഞ് കണ്ട് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക്. നല്ല തലവേദന, ടയർഡായിരിക്കണം. ബോട്ട് യാത്ര എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഒരു രക്ഷയില്ല. 250 രൂപ ഫീസ് കൊടുത്താൽ എന്താ പക്ക ഓക്കെയാണ്. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് കാണണം. പിന്നേക്ക് വെച്ചേക്ക് തോന്നുന്നു. അപ്പോൾ ശരി, ഇൻഷാ അല്ലാഹ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്ന്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബൈ ബൈ.